എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്കില്ല ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഡെയിലി റുട്ടീനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഉള്ളവർക്ക് ഞാനൊരു സിമ്പിൾ ഡെയിലി റുട്ടീൻ, ഒരു ടൈം ടേബിൾ പോലെ പറഞ്ഞു തരാം. നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരയ്ക്കും നിങ്ങളുടെ മനസ്സിലെ ഡൗട്ടൊക്കെ മാറി നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങുന്നത് വരയ്ക്കും ഞാൻ ഈ പറയുന്ന ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പോവുക. ശേഷം നമ്മൾ കുറച്ച് കൺസിസ്റ്റൻസിയൊക്കെ വരുത്തിയെടുത്ത് കുറച്ച് പോസിറ്റീവ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ഈ ഒരു റുട്ടീനിൽ നിങ്ങൾ ഓരോരോ മാനിഫെസ്റ്റേഷൻസ് കൂടെ ടെക്നിക്ക് കൂടെ ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വളരെ കൺഫ്യൂഷൻസ് ഒന്നും കൂടാതെ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മളെപ്പോഴും ലോ ഓഫ് അട്രാക്ഷനിലെ ബേസിക്സ് എന്ന് തന്നെ പറയാം. ആദ്യത്തെ ഒരു ഇതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതാൻ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നന്ദി പറഞ്ഞ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അതിലിപ്പോൾ ഒരുപാടൊന്നും പറയണമെന്നില്ല. ഇന്നേ ദിവസം എനിക്ക് നൽകിയ പ്രപഞ്ചശക്തിക്ക് നന്ദി, എൻ്റെ ഈ പരിപൂർണ ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു, എന്നിലേക്ക് ഒഴുകിയെത്തുന്ന പരിധികളില്ലാത്ത ധനത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞ് അന്നത്തെ ദിവസം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ശേഷം എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് കണ്ണടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സ്വപ്നത്തെ മനസ്സിൽ അത് നടന്നതായി കരുതി ഒരു ചെറിയൊരു വിഷ്വലൈസേഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇത് കഴിഞ്ഞ് എപ്പോഴൊക്കെയാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് എങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറയാം. ഇത്രയും നമ്മൾ രാവിലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ഒരു ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടുന്നത്, അതിപ്പോൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, നിങ്ങൾക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് ആ ടൈം കിട്ടുന്നത്, അപ്പോൾ അതുവരയ്ക്കും ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന്, നല്ലൊരു കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സ് നിറഞ്ഞ് നന്ദി പറയുക. അത് യൂഷ്വൽ ഹാബിറ്റായിട്ട് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു 3 അഫർമേഷൻ പറയാം. അത് നിങ്ങൾ അഫർമേഷൻ ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നെഗറ്റിവിറ്റി മാറാനായിട്ടുള്ളൊരു അഫർമേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മണി അട്രാക്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരു 3 മണി റിലേറ്റഡ് അഫർമേഷൻ നിങ്ങൾക്ക് ആ ടൈമിൽ യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി പോസിറ്റീവ് ആക്കേണ്ട ഒരു കാര്യം, അതിനെക്കുറിച്ച് ഡെയിലി ഒരു 3 അഫർമേഷൻ നിങ്ങൾക്ക് ഈ ഡേ ടൈമിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്, നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്, മിക്കവരും ചെയ്യുന്നതായിരിക്കും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞ് കഴിക്കാൻ തുടങ്ങുക. അതുപോലെ നമ്മുടെ കയ്യിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു എമൗണ്ട് വരുമ്പോൾ അതിന് നന്ദി പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രത്യേകം ഒരു സമയം കണ്ടെത്തണമെന്നില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നമ്മുടെ ജോലിക്കൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സിമ്പിൾ പ്രാക്ടീസസ് ആണ്. അപ്പോൾ അഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏത് കാര്യമാണോ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റേണ്ടത് അതിനൊരു അഫർമേഷൻ നമ്മൾ പറയുക. ഇത് നമ്മൾ ഡേ ടൈമിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിൽ ഓർക്കാം സ്വിച്ച് വേർഡ്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് വേർഡ് മൈൻഡിൽ ഓർക്കാം. അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു 11 ടൈംസോ 21 ടൈംസോ ഒന്ന് പെട്ടെന്നൊന്ന് ചാൻറ്റ് ചെയ്യാം, സ്വിച്ച് വേർഡ്സ് ചാൻറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആ ടൈമിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. നൈറ്റ് എന്ത് ചെയ്യുക, നൈറ്റ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതുന്നവരാണെങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച ഏതെങ്കിലും ഒരു 5 കാര്യം, നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിൽ ഉൾപ്പെടുത്തുക. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതാത്തവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ അതേ കാര്യം, ഞാൻ എഴുതാൻ പറഞ്ഞ അതേ കാര്യം മനസ്സിലൊന്ന് ഓർത്ത് നന്ദി പറയുക കേട്ടോ. അതുപോലെ നമ്മുടെ കയ്യിൽ അന്നത്തെ ദിവസം കിട്ടിയ ഓരോ രൂപയ്ക്കും എന്ത് ചെയ്യുക, നന്ദി പറയുക. അതുപോലെ നമ്മളോട് സ്നേഹമായി സംസാരിച്ചവരായിക്കോട്ടെ, നമുക്കൊരു സഹായം ചെയ്തവരായിക്കോട്ടെ, അവരെ ഓർത്ത് മനസ്സിൽ അവർക്ക് വേണ്ടി ഒരു നന്ദി പറയുക. അതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് എന്ത് ചെയ്യുക, ക്ഷമ പറയുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തു തീർക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അന്നത്തെ ദിവസം നല്ലൊരു ദിവസമാക്കി തീർത്ത യൂണിവേഴ്സിന് നന്ദി പറയുന്നതോടൊപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ഡ്രീം ലൈഫ് എന്താണോ അതിന് എന്ത് ചെയ്യുക, വീണ്ടും ഒരു ചെറുതായിട്ടൊന്നൊരു വിഷ്വലൈസേഷൻ കൊടുക്കുക.
കാരണം വിഷ്വലൈസേഷൻ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ ഡ്രീം ലൈഫ് കണ്ടെത്താനുള്ള ആക്ടിവിറ്റീസിലോട്ട് പോകും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു വിഷ്വലൈസേഷൻ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡും വിഷ്വലൈസേഷനുമാണ് നിങ്ങൾ നൈറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം നിങ്ങൾ ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ളവരും വല്ലാത്ത സ്ട്രെസ്സ് ആൻസൈറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ. ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ പതുക്കെ ആ ടൈം ഡ്യൂറേഷൻ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരിക. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വെറും ബ്രീത്തിങ് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ മെഡിറ്റേഷൻ പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 5 മിനിറ്റ് വെറുതെ നമ്മുടെ ബ്രീത്തിനെ മാത്രം, നമ്മുടെ ശ്വാസത്തെ മാത്രം നിരീക്ഷിക്കാൻ ശ്രമിക്കുക ആദ്യം. അങ്ങനെയാണ് നമ്മൾ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിലോട്ട് നമ്മൾ പോകുന്നത്. ആദ്യം ഒരു 5 മിനിറ്റ്സ് ചെയ്യുക. അത് കഴിയുമ്പോൾ പതുക്കെ ടൈം ലിമിറ്റ് കൂട്ടി 7 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അങ്ങനെ കൂട്ടി വരിക. ഈ സമയം നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അത് ചെയ്യുന്നെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സ് മാറ്റാൻ പറ്റും. ആൻസൈറ്റി, സ്ട്രെസ്സ്, ടെൻഷൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ദിവസം ചെയ്ത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതിലൊരു വിശ്വാസം വളർത്തിയെടുക്കാനും ഒപ്പം കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 മന്ത് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ഈ മാനിഫെസ്റ്റേഷൻ ഈ ഒരു ടൈം ടേബിളിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാനിഫെസ്റ്റേഷൻസ് കൂടെ ഉൾപ്പെടുത്തുക. കാരണം നമ്മൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ചെയ്തതിന് കൂടെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് ഒരു കാര്യവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ ഡൗട്ട് മാറ്റുക. രണ്ടാമത് നമ്മുടെ മൈൻഡിനെ ഒന്ന് പോസിറ്റീവ് ആക്കുക. നമുക്കെല്ലാം സാധിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ എനർജിയും വൈബ്രേഷൻസും ഒക്കെ ഹൈ ആകും. ശേഷം നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഫസ്റ്റ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ ഈ പറയുന്ന ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യാൻ പഠിക്കുക കേട്ടോ. 1 മന്ത് കഴിഞ്ഞതിന് ശേഷം മാനിഫെസ്റ്റേഷൻസ് ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.